ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ഞാൻ ഉച്ചയ്ക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ബസുമതി റൈസ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അധികം റൈസ് കഴിക്കാറില്ല. ഒരു ഹാഫ് കപ്പാണ് ഞാൻ എടുക്കുന്നത് ബസുമതി റൈസ്. അപ്പോൾ ഈ ഹാഫ് റൈസ് ബസുമതി റൈസ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ബോട്ടിൽ കണ്ട ഒരു ഗ്ലാസ് പോലത്തെ, അത് ബർഗർ കിങ്ങിൽ നിന്ന് നമ്മൾ പാഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് നമുക്ക് പാഴ്സൽ തരുന്നത്. അത് വളരെ യൂസ്ഫുള്ളാണ്. റൈസ് കേടാനും ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അതിൽ റൈസ് എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി കളയും. അങ്ങനെ ഒരു 1-2 റൗണ്ട് അങ്ങനെ റൈസ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഞാൻ റൈസ് അതിൽ തന്നെ ഇട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കും. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ ഞാനത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ടൊമാറ്റോ ഉണ്ട്. ഞാനൊരു 2 ചെറിയ ടൊമാറ്റോ എടുത്തു. പിന്നെ ഒരു ചില്ലി, ഒരു ചെറുതായിട്ടുള്ളൊരു സ്പൈസിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ചില്ലി ഒരെണ്ണെടുത്തു. അരിഞ്ഞതിന് ശേഷം ഞാൻ അത് റൈസ് ബോയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിതിടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റൈസ് കുക്കറാണുള്ളത്. അപ്പോൾ ഒരു ഹാഫ് കപ്പ് റൈസ് എടുത്ത കാരണം ഞാൻ ഒരു 1-1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് വെള്ളം ഞാൻ അതിലൊഴിക്കും. അതിന് ശേഷം നമ്മുടെ റൈസ് വെള്ളത്തിലോട്ടിടും. ഇപ്പം ഞാനിട്ടത് അതൊരു റൈസ് കുക്കറിൽ കിട്ടുന്നൊരു സാധനമാണ്. അതായത് റൈസ് അടിയിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഫിൽറ്ററിങ് സാധനമാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉപ്പിടും. റൈസ് ഞാൻ വേവിക്കുമ്പോൾ സാധാരണ ഉപ്പിടാറുണ്ട്. അങ്ങനെ ഉപ്പിട്ടു. ഇനി ഞാൻ റൈസ് ഇടണം. റൈസ് ഇട്ടതിന് ശേഷം റൈസ് കുക്കർ ഓണാക്കി. ഒരു ബസ്മതി റൈസ് ആയ കാരണം പിന്നെ ഓൾറെഡി ഞാൻ വെള്ളത്തിലൊരു 10-20 മിനിറ്റ് ഇട്ടച്ച് കാരണം അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ അങ്ങനെ റൈസ് ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയൊക്കെ അതിലിട്ടു. പിന്നെ എൻ്റെ ഒരു ഫേവററ്റ് ഒരു സാധനമുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ സ്പൈസി ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് സ്പൈസിയാണ്. ഈ മദർ കമ്പനിയുടെ സ്പൈസി ടൊമാറ്റോ പേസ്റ്റ് അതെൻ്റെ ഫേവററ്റാണ്. ഞാനപ്പോൾ അത് റൈസ് വേവിക്കുമ്പോൾ അതും കൂടി ഇതിലിടും. അപ്പോൾ ടൊമാറ്റോയുടെ ഒരു ഫ്ലേവർ അതിലുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഞാനത് അടച്ച് വയ്ക്കും. ഒരു 20 മിനിറ്റ് മതിയാവുമെന്ന് തോന്നണം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ സംഭവം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നേരിട്ട് റെഡി ടു ഈറ്റാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് നമുക്ക് കഴിക്കാം. പക്ഷെ എനിക്ക് വെള്ളത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും വറ്റിച്ച് പിന്നെ കുറച്ചൊരു ഗീര ഒരു ഫ്ലേവറും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഓപ്ഷനിലാണ്, ആരും ചെയ്യാറില്ല. ഞാനപ്പോൾ ഈ റൈസ് അതിന് ശേഷം വീണ്ടും എൻ്റെ ഇൻഡക്ഷൻ കുക്കറിൽ ഒന്ന് ഹീറ്റ് ചെയ്യാണ്. ഇപ്പോൾ കംപ്ലീറ്റ് വാട്ടറൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൽറ്റായിട്ട് പോവും. പിന്നെ ഗീയും കൂടി ഞാൻ ആഡ് ചെയ്യും. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റോളം, 5 മിനിറ്റൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് ഞാനങ്ങനെ അത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കംപ്ലീറ്റ് പോകാനും കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലിലോട്ട് എത്തും. 90% ആൾക്കാർ നേരെ ഇതൊന്നും ചെയ്യാണ്ട് തന്നെയാണ് ടൊമാറ്റോ റൈസ് കഴിക്കുന്നത്. ഞാൻ പിന്നെ
നമുക്ക് വേറെ കറികളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഗീയും കൂടി ആഡ് ചെയ്തൊന്ന് ഇൻഡക്ഷനിലൊന്ന് ഇങ്ങനെ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്കൊന്നും ഈ ബാച്ചിലർമാർക്ക്, നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ടൊമാറ്റോ റൈസ്. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടാകും, വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അധികം സമയവും വേണ്ട. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാനുള്ള തയ്യാറിലാണ്. എൻ്റെ ഈ പ്രോൺസിൻ്റെ പിക്കിളുണ്ട്, അത് കഴിയാറായി. അതൊരു 2-3 പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സൈഡായിട്ട്. പിന്നെ ഞാനൊരു ഇതാണ് പ്രോൺസ് പിക്കിള്. പിന്നെ മീറ്റിൻ്റെ ഒരു അച്ചാറ് പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി, മീറ്റ് ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി ഞാൻ എടുക്കുകയാണ്. മീറ്റ് ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞിട്ട്, സാധാരണ ഈ നാളികേരം ചമ്മന്തിയിൽ മീറ്റും കൂടി പൊടിച്ച് ചേർക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി റൈസ് നമുക്കെടുത്ത് കഴിക്കാം. ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമ്മുടെ വയറൊരു 80%, 90%ഓളം ഫില്ലാവാനുള്ള ഇതുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സൺഡേയിൽ എൻ്റെ സ്പെഷ്യൽ, ടൊമാറ്റോ റൈസ് വിത്ത് പ്രോൺ പിക്കിൾസ്. ഏതൊരു ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വുഡൻ സ്പൂണാണ്, അതിപ്പോൾ ഞാൻ എൻ്റെ സ്പൂണായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സൺഡേയിലത്തെ സ്പെഷ്യൽ.